ഇത് തട്ടി തട്ടി പെട്ടുണ്ട് ഫ്രണ്ട്സ് പെട്ടുണ്ട് കേട്ടോ. ഉണ്ടത്തിയാ ഉള്ളതുകൊണ്ട് അത്യാവശ്യം വലിപ്പം മീനകത്തുണ്ട്. വലിപ്പമുള്ള ഫ്രണ്ട്സ് എന്തിട്ടാ തൂളിയ. പിന്നത്തെ നമ്മുടെ ഐറ്റാണ് ഇത്. ഇതാണ് ഇതെല്ലാം മെയിൻ താരം. ഇത് തെർമക്കോളാട്ടോ. അത് തെർമക്കോളിൻ്റെ ബോൾ തരാം നിങ്ങൾക്ക്. ആദ്യം തന്നെ ജ്യൂസ് ഇട്ടാ മാംഗോടെ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി തീറ്റ ഉണ്ടാക്കി ചൂണ്ടാട്ടോ. തീറ്റ ഒരു പ്രത്യേക തീറ്റയാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിക്ക് തന്നെ ചൂണ്ടണത്. സാധാ ചൂണ്ടണ പോലെയല്ല, ഇന്നൊരു വ്യത്യസ്തമായ ചൂണ്ടൽ രീതിയാണ്. അതെങ്ങനെയാണ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം തന്നെ ഒരു തീറ്റ ഉണ്ടാക്കാം നമുക്ക്. ഓക്കെ, ഇന്നത്തെ ഒരു കിടലൻ തീറ്റയാടാ. കിടലൻ എന്ന് പറഞ്ഞാൽ കിടലൻ തീറ്റയാണ്. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങളാണ് ഈ ഇരിക്കുന്നത്. നമുക്ക് ഓരോന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക്. ആദ്യം തന്നെ ജ്യൂസ് ഇട്ടാ മാംഗോടെ. 10ൻ്റെ ഒരു ജ്യൂസ് മാംഗോ. പിന്നെ ബിസ്ക്കറ്റ് കേട്ടോ, ബിസ്ക്കറ്റ്. പിന്നെ നമുക്ക് ഉള്ളത് ചോളത്തവിട്. ചോളത്തവിടില്ലേ, ചോളത്തവിട് കേട്ടോ. കേട്ടോ, ചോളത്തവിട് കടകളിൽ മേടിക്കാൻ കിട്ടും. പിന്നെ ആട്ട. അടുത്തത് മൈദ കേട്ടോ, മൈദ. പിന്നെയാണ് നമുക്ക് മെയിൻ സാധനം ഇത്. നമുക്ക് കാലിത്തീറ്റ. ഈ പശുവിന് കൊടുക്കണില്ലേ, ഇവിടെ പല്ലറ്റ് എന്ന് പറയാം. അത് ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ തീറ്റ കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ കാലിത്തീറ്റ കുതിർത്തെടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജ്യൂസിലാണ് അത് കുതിർത്തെടുക്കണം കേട്ടോ. ഈ ജ്യൂസ് മൊത്തം പൊട്ടിച്ചതിൽ ഒഴിച്ചിട്ടുണ്ട്. മൊത്തം പൊട്ടിച്ചതിൽ ഒഴിച്ചു ഫ്രണ്ട്സ്. ഈ കുപ്പിയൊന്നും ഞാൻ അവിടെ ഇടും ചേട്ടാ. ഇത് വീട്ടിൽ പോവും, വീട്ടിൽ കൊണ്ടുപോകും. ഇപ്പോൾ വണ്ടിയിലിട്ടിട്ട്. അപ്പോൾ ഇനി നമ്മുടെ ജ്യൂസിൽ ഇപ്പോൾ ഇത്രയും ജ്യൂസ് ഉണ്ട്. അതിൽ നമ്മളിങ്ങനെ പല്ലറ്റിട്ട് കുതിർത്തെടുക്കണം. അപ്പോൾ പല്ലറ്റിട്ട് കൊടുക്കുക ആവശ്യത്തിന്. ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ ജ്യൂസിൻ്റെ ഇതിൽ ആയിൻ്റെ ഇടാം. അതായത് ജ്യൂസിൽ മുങ്ങി. ഇനി ഇത് കുറച്ച് ടൈം എടുക്കുന്നത് ഒന്ന് കുതിർന്ന് പൊടിഞ്ഞ് കിട്ടണം. എന്നിട്ട് ബാക്കി ചേർക്കാം. ബാക്കി സാധനങ്ങൾ കുതിർന്ന് കിട്ടിയിട്ട് നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പല്ലറ്റ് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ ആയി കിട്ടിയിട്ട് നമ്മളിവിടെ ഒരു കവറിൽ ഇട്ടു. കവറിലിട്ടു കേട്ടോ. ഇതിങ്ങനെ വെള്ളം കൂടിയിട്ട് പോലത്തെ ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെയല്ല നമുക്ക് വേണ്ട. ഇനി ഇതിൽ ചോളത്തോട് ആഡ് ചെയ്യുക. അപ്പോൾ വെള്ളത്തിൻ്റെ ഇത് വിട്ടു പോകും അംശം. ചോളത്തോട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു ഇത് വിട്ടുണ്ട്. ഇനി കുറച്ച് ബിസ്ക്കറ്റ്. അത് നിങ്ങൾ തീറ്റയ്ക്ക് എന്തോരം പല്ലറ്റ് നനയ്ക്കേണ്ടത് അതനുസരിച്ച് എടുത്തോട്ടാ. ഞാൻ ഇപ്പോൾ ഇത്ര പല്ലറ്റ് നനച്ച് തന്നെയുള്ളത് ഇത് ഒരു 3-6 ബിസ്ക്കറ്റ് ഉണ്ട്. അപ്പോൾ നനച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നനച്ചെടുത്തത് പെട്ടെന്ന് അപ്പോൾ ഇതായി കിട്ടും. അതിൽ കണ്ട നനച്ചെടുത്തു. അപ്പോൾ കണ്ട പെട്ടെന്ന് ഇതായി കിട്ടി. മൊത്തം കുഴയ്ക്കുക. കുറച്ചുകൂടി ചോളത്തോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയ വെള്ളമുള്ളതൊക്കെ പോയി. വെള്ളം വലിയ ഇതായി. ഇനി കുറേശ്ശെ ആട്ട. ആട്ട കുറച്ച് ചേർത്തെടുത്തു. ഈ ആട്ട ചേർക്കുന്നത് ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോണ്ടിരിക്കാനാട്ടാ. ഈ പല്ലറ്റ് തന്നെ ആകുമ്പോൾ പല്ലറ്റും മറ്റുള്ള സാധനങ്ങളൊക്കെ തന്നെ ആകുമ്പോഴേ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പം അതിന് വേണ്ടി തന്നെ ഈ മൈദയും ആട്ടയും ചേർക്കണം. അപ്പോൾ കുറച്ച് മൈദപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് മൈദ കൂടി ചേർത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിഞ്ഞു പോലെയാണ്. ഇങ്ങനെ സെറ്റായിരിക്കും. അങ്ങനത്തെ ടൈപ്പാണ്. പെട്ടെന്ന് പൊടിഞ്ഞു പോകരുത് തീറ്റ. വെള്ളത്തിൽ പെട്ടെന്ന് അലിഞ്ഞു പോകരുത് തീറ്റ. അലിഞ്ഞ് പൊടിഞ്ഞ് പെട്ടെന്ന് പോകരുത്. മെല്ലെ മെല്ലെ ഇങ്ങനെ പോകാൻ പാടുള്ളൂ. അപ്പോൾ അത് സെറ്റായി, തീറ്റ സെറ്റായി. ഇതാണ് തീറ്റയുടെ പരിപാടി കേട്ടോ. തീറ്റയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും വേണ്ടോ തീറ്റ സെറ്റായി കിട്ടിയിട്ടാ നമുക്ക്.
അവിടെ 2 സ്റ്റിക്ക് അവിടെ വെച്ചിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട് 2 സ്റ്റിക്ക്. അത് നമുക്ക് ഇനി തീറ്റ ഇടാനുള്ള പരിപാടി. തീറ്റ എങ്ങനെ ഇടാന്ന് നമുക്ക് നോക്കാം, എന്തിന്മേ ഇടാന്ന്. ഓക്കെ, നമ്മളെ തീറ്റ ഇടണത് ഈ സ്പ്രിങ്ങിലാണ്. കണ്ട, ഈ സ്പ്രിങ്ങിലാണ് തീറ്റ ഇടണത്. പിന്നെ നമുക്കൊരു ഐറ്റം കൂടി ഉണ്ട് കേട്ടോ. പിന്നത്തെ നമ്മുടെ ഐറ്റാണ് ഇത്. ഇതാണ് ഇതെല്ലാം മെയിൻ താരം. ഇത് തെർമോകോളാട്ടോ. അത് തെർമോകോളിന്റെ ബോളുകൾ. വൈറ്റേക്കറിന് ഇതിലൊരെണ്ണം വീണു, അതിനെ കാണാല്ലേ, ഇങ്ങോട്ട് പോയാ പറന്നു പോയാ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മെയിൻ സാധനം. ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇത് കാണാം നമ്മുടെ സ്പ്രിങ്. ഈ സ്പ്രിങ്ങിൻ്റെ ഇതിൽ 2 ഹുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കേട്ടോ, ഈ 2 ഹുക്കിൽ നമ്മൾ ഈ തെർമോകോൾ വെക്കുക ചെയ്യണം. കേട്ടോ, ഇങ്ങനെ വെച്ച് കൊടുത്തു, പുറത്തും വെച്ച് കൊടുക്കുക, ഇവിടെയും വെച്ച് കൊടുത്തു. അതാണ് നമ്മുടെ ഇന്നത്തെ ഹുക്കിൻ്റെ പരിപാടി കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയൊക്കെ എടുക്കുക ചെയ്യാം. ഇനി ഇതിൽ തീറ്റ വയ്ക്കും. കാണാം, ഒരു 2 ഹുക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഒരു കറക്ക് ഇതിൽ കെട്ടിയിട്ട്, ഇത് സ്പ്രിങ്, പിന്നെ ഒരു വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ. അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് കേട്ടോ. പിന്നെ കേട്ടോ, ഇതിൽ ഈ സ്പ്രിങ്ങിൽ നമ്മൾ തീറ്റ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഫ്രണ്ട്സ്, ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാട്ടോ. സ്പ്രിങ് സെറ്റ് ചെയ്യണ ഇത് ഹുക്ക് സെറ്റ് ചെയ്യണത്. ഇത് ഞാൻ ഇപ്പോൾ വീഡിയോകളിലൊന്നും ഞാൻ ചെയ്ത് കാണിച്ചിട്ടില്ല. ഇതൊക്കെ ഞാൻ ഈ യൂട്യൂബ് എന്താ പറയുക ചാനലൊക്കെ തുടങ്ങും മുന്നേ ചൂണ്ടി മീൻ പിടിച്ചിരുന്ന കേട്ടോ. ഇതൊന്നും അറിയാൻ മീൻ കിട്ടാറുണ്ട്. ശരിക്കും ഇത് നമുക്ക് ഒഴുക്കുള്ള വെള്ളത്തിലല്ല കൂടുതൽ, ഒഴുക്കില്ലാത്ത വെള്ളങ്ങളിൽ ഒരുപാട് മീനുകൾ ഉണ്ടാവില്ല. ഇത് എല്ലാ മീനുകളും കിട്ടും. അതായത് വെജിറ്റബിൾ തീറ്റ മാത്രമല്ല, അതായത് ഈ പല്ലറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ തിന്നണ മീനുകളില്ലേ, അതെല്ലാം കിട്ടും. പിന്നെ മറ്റേ ചില മീനുകളെല്ലാതും കഴിക്കണതുണ്ട്. ഈ മെയിനായിട്ട് കട്ട്ല, റോഹു ഒക്കെ സാധനങ്ങളില്ലേ, പിലോപ്പി അതൊക്കെയാണ് വന്നിപ്പിടുക. കട്ട്ല, റോഹു മെയിൻ, പിന്നെ പിലോപ്പി, ഗ്രൗണ്ട് ബൈറ്റ് പിലോപ്പി എടുക്കുന്ന സമയമുണ്ട്. ആ സമയത്ത് പിലോപ്പികൾ കിട്ടും. നമുക്ക് നോക്കാം. ഇപ്പം മെയിനായിട്ട് ഇവിടെ നമ്മുടെ ഇവിടെ മുണ്ടത്തി വന്ന് പെടാനാ, മുണ്ടത്തി പെടും കേട്ടോ. അതെന്ന് വെച്ചാൽ മുണ്ടത്തി എല്ലാതും തിന്നില്ലോ. അപ്പോൾ ഈ എല്ലാ ഇന്ന തീറ്റ ഒന്നും ഇല്ലല്ലോ മുണ്ടത്തിക്ക്. മുണ്ടത്തി ഇപ്പോൾ ഈ ഇതൊക്കെ എടുക്കും, വെജിറ്റബിൾ അല്ല ഈ തീറ്റയ്ക്ക് എടുക്കും. അപ്പോൾ ഇത് നമുക്ക് കൂടുതലും മുണ്ടത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ ചെറിയ ഹുക്ക് ഇട്ട് കൊടുത്തതിനെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന് ചൂണ്ടിപ്പോൾ മുണ്ടത്തികൾ കണ്ടമാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഇട്ട് കൊടുത്തതിനെ. അപ്പോൾ ഇവിടെ കട്ടിലൊന്നുമില്ല, അത്രയും വലിയ മീനുകളൊന്നും ഈ പുഴയിൽ ഈ തോട്ടിലില്ല. ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് മുണ്ടത്തി അങ്ങനെയുള്ള കാര്യങ്ങളാണ്. തൂളി, റോഹു ഇടയ്ക്കൊക്കെ വന്ന് പെടാറുണ്ട്. ഇപ്പോൾ റോഹൊന്നും ഇവിടെ തീറ്റിടുന്നില്ല, എല്ലാം വെള്ളം വന്നപ്പോൾ കയറിപ്പോയി തോന്നുന്നുണ്ട്. ഇവിടെ കാണാനൊന്നുമില്ല. ചൂണ്ടക്കാരോട് ഞാൻ അവിടെ ചോദിച്ചപ്പോൾ മീൻ തീറ്റിടുന്നില്ല എന്നാണ് പറഞ്ഞത്, വലിയ മീനൊന്നും കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ കുറച്ച് പേര് ചൂണ്ടുണ്ട് അവിടെ ചോദിച്ചപ്പോൾ. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ സെറ്റപ്പ് കേട്ടാ. നമുക്ക് കൂടുതലും മുണ്ടത്തിയാണെന്ന്, മുണ്ടത്തി. പിന്നെ തൂളിയൊക്കെ വന്ന് പെടും. തൂളിയൊക്കെ അബദ്ധവശാല് ഹുക്കാവണതാ, വായയിൽ പോയിട്ടെല്ലാം പള്ളയിൽ അവിടെ ഇവിടെയൊക്കെ വന്ന് തീറ്റെടുക്കുമ്പോൾ അത് കുത്തി കയറും. അങ്ങനെ കിട്ടും. നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇത് കണ്ട, ഇതിങ്ങനെയാണ്. ഇത് നമ്മുടെ ചെറിയ സ്റ്റിക്കുമ്മയ്ക്കാണ് ഇത് സെറ്റ് ചെയ്ത് ഇടുന്നത്. ചെറിയ സ്റ്റിക്കുമ്മ ഇത് ഇടുന്നു. ഇനി അപ്പുറത്ത് വലിയ സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. വലിയ സ്റ്റിക്കുമ്മയ്ക്കും ഉണ്ട് കേട്ടോ. സ്പ്രിങ് തന്നെയാണ്, അത് വേറെ ടൈപ്പാട്ടോ, വേറെ മോഡലാണ്. അത് നമുക്ക് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് അത് പരിചയപ്പെടാം. നമ്മുടെ ബെല്ല് ഇരിക്കട്ടെ ഫ്രണ്ട്സ്. അപ്പോൾ ചെറിയ സ്റ്റിക്കുമ്പോഴത്തെ പരിപാടി കണ്ടില്ലേ, സ്പ്രിങ് ഇട്ടത്. പിന്നെ അല്ല ചെറുതുമിട്ടത്. ഇനി നമുക്ക് വലുതുമ്മിക്കുള്ള ഇടാം. വലുതുമ്മിക്ക് സ്പ്രിങ് തന്നെയാണ്, കുറച്ച് വേറെ ടൈപ്പ്. ഇപ്പോൾ ഇട്ട പോലത്തെ അല്ല, വേറെ ടൈപ്പ് ആട്ടോ. ഇതന്നെ ഇതേ പരിപാടി തന്നെ.
നമുക്ക് അതൊന്ന് പരിചയപ്പെടാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അതുമ്മയ്ക്ക് കുറച്ച് വലിപ്പമുള്ള, അതായത് വലിയ വലിയ സ്റ്റിക്കുമ്മയ്ക്ക് കേട്ടോ. അപ്പോൾ കുറച്ച് വലിപ്പമുള്ള സ്പ്രിങ്ങാണ് കണ്ടോ. സ്പ്രിങ് ഇതെങ്ങനെ എടുത്തിട്ടുണ്ട് കെട്ടി. ഇതിന് 2 തലയ്ക്ക് ഹുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹുക്ക് ഇട്ടുണ്ട്, ഈ തലയ്ക്കും ഒരു ഹുക്ക് ഇട്ടുണ്ട്. ഈ സ്പ്രിങ്ങിൻ്റെ 2 തലയ്ക്കും ഇവിടെ ഒരു ഹുക്ക്, ഇവിടെ ഒരു ഹുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഹുക്കിൽ ഓരോ തെർമോകോളിൻ്റെ ബോളുകൾ വെച്ച് കൊടുക്കുക ചെയ്യണേ. ഇതിലൊരെണ്ണം വെച്ച് കൊടുത്തു. ഇനി ഇപ്പുറത്തെ സൈഡിൽ ഒരെണ്ണം വെച്ച് കൊടുക്കുക. ഇപ്പുറത്ത് വെച്ച് കൊടുത്തു കേട്ടോ. ഫ്രണ്ട്സ്, ഈ സ്പ്രിങ്ങിന് ഒരുപാട് കൊല്ലത്തെ പഴക്കമുണ്ട് കേട്ടോ. 6 കൊല്ലത്തിൽ മേലെ പഴക്കണ്ടാവും ഈ സ്പ്രിങ് എൻ്റെ കയ്യിൽ. ഞാൻ വീട്ടിൽ തന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അന്ന് ഈ ചാനൽ പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കാം. എന്നിട്ട് ബാക്കി സ്പ്രിങ്ങിൽ തീറ്റ വെച്ച് കൊടുക്കുക കേട്ടോ. അത് നമ്മൾ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇനി ഇത് വെള്ളത്തിൽ പോയിട്ടേ അവിടെ കിടന്ന് പൊട്ടും. ഇത് പൊട്ടിയിട്ട് ഇത് പൊന്തി നിൽക്കുക ചെയ്യുക. അപ്പം ഇങ്ങനെ എയർ എടുക്കും. മീനുകൾ വന്നിട്ട് ഇങ്ങനെ എയർ എടുത്തല്ലേ കഴിക്കുക. അപ്പോഴാണ് ഇത് ലോക്കാവണം കേട്ടോ. കേട്ടാ, ഇത് ഇട്ട് കൊടുക്കാം. വലിയ സ്റ്റിക്കുമേ ഇത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വെയിറ്റ് ഇവിടെ ആട്ടോ. ഇതുമ്മയാണ്. ഇതിലൊരു ലോക്കുണ്ട്. അതിൽ ഈ കറക്ക് കിറ്റ് ലോക്ക് ചെയ്യണേ ഇട്ട് കൊടുക്കുക ചെയ്യണേടാ. അപ്പോൾ രണ്ടും സെറ്റായിട്ട് ഫ്രണ്ട്സ്, നമ്മുടെ അമ്മ ഇത് തട്ടി പെട്ടുണ്ട് ഫ്രണ്ട്സ്, പെട്ടുണ്ട് കേട്ടോ. ഉണ്ടത്തെ ഓളം തോന്നുന്നുണ്ട്. അയ്യോ, ഊരിപ്പോയി നോണ്ട് ഫ്രണ്ട്സ്. ഊരിപ്പോയി നോക്കായില്ല. ഊരിപ്പോയിട്ടാ. നല്ല വലിച്ചായിരുന്ന. അടിച്ചു ഫ്രണ്ട്സ്, അടിച്ചുട്ടാ. വലുതാണോന്ന് അറിയില്ല. ശരിക്ക് ഈ ഹുക്കുമ്പോൾ മീൻ പിടിക്കുമ്പോഴേ കോരി വല വേണം. ഉണ്ടത്തെ വേണമെങ്കിൽ ഉണ്ടത്തിനാണ് വലിപ്പുള്ളതേ. കേട്ടോ, അയ്യോ ഊരിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ, അത് പൂവാലിപ്പരല്ല വലിപ്പുള്ള. പൂവാലിപ്പരല്ലേ വലിപ്പുള്ളതായിരുന്നു. അത് ഊരിപ്പോയിട്ടാ. മുണ്ടത്തി പൂവാലിപ്പരല് വക സാധനങ്ങൾ തന്നെയാണ്. ഒന്ന് പിടിക്കണ്ടെങ്കിൽ തട്ടി വലിക്കിട്ടാ. കാറ്റാണെന്ന് അറിയില്ല. ചെറിയ മുണ്ടത്തി കിടക്കണ്ടോ. വലിയ വലിക്കാൻ പറ്റില്ല. ഇത് നല്ല വെയിറ്റ് ചെയ്യാനേ. നോക്കാം.
അത്യാവശ്യം വലിപ്പം പറ്റിയത് കേടാ മിസ്സായില്ല. കാരണം ഈ ഹുക്ക് കുറച്ച് വലിപ്പുണ്ട്. ഇതേപോലത്തെ മുണ്ടത്തികൾ വന്ന് പെടും കേട്ടോ. കറക്റ്റ് എടുത്തിനാണ് വായരി, കറക്റ്റ് വായരി എടുത്ത് കിട്ടി. ആദ്യം പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടപ്പെടാവുന്ന മീനുകൾ കിട്ടും. ഒഴുക്കില്ലാത്ത സ്ഥലത്താണെങ്കിൽ സൂപ്പറാട്ടാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുണ്ടത്തിയല്ല, വേറെ മീനുകളുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് കിട്ടും. ചെറുതുമ്പോ തട്ടി, ചെറുതുമ്പോ പെട്ടുണ്ട് ഫ്രണ്ട്സ്, ചെറുതുമ്പോ പെട്ടുണ്ട്. അത്യാവശ്യം വലിപ്പളം തോന്നുന്നു കേട്ടോ. എന്തിട്ടെന്നറിയില്ല, മുണ്ടത്തിനാവോ അത്യാവശ്യം വലിപ്പളം മീനകത്തോണ്ട്. ആ വലിപ്പമുള്ള ഫ്രണ്ട്സ്. എന്തിട്ടാ തൂളിയ മുണ്ടത്തി പുല്ലനാ, മുണ്ടത്തി ഫ്രണ്ട്സ് വലിപ്പമുള്ളതാ. പക്ഷെ ഇത് പൊട്ടി വിട്ടു പോകാൻ സാധ്യതയുണ്ട്. ചവറിൻ്റെ ഉള്ളിൽ കയറിപ്പോയി. വലിപ്പുള്ള നല്ല മുണ്ടത്തിയാ. എന്തായാലും ഇതിനെ പിടിക്കണം എങ്ങനെയും. ഇത് ഇറങ്ങിയിട്ടാണെങ്കിലും ഞാൻ ഇതിനെ പിടിക്കും. പോയാ പോയി ഫ്രണ്ട്സ്. കണ്ടാ പൊട്ടിപ്പോയി. വലിപ്പുള്ള നല്ല വലിപ്പുള്ളായിരുന്നേ. എന്താ പറയാ, നല്ല വലിപ്പം എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമായിരുന്നു. പോയി ഇറങ്ങിയിട്ടായാലും പിടിക്കണമെന്ന് വിചാരിച്ചാ. കണ്ട ഇതാണ് പ്രശ്നം. വലിപ്പം ഉണ്ടെത്തി നല്ല വലിപ്പം. വീഡിയോയിൽ കണ്ട് കാണാൻ വഴിയില്ല. ചിലേ ചെറിയ ഹുക്കാ, അതിൻ്റെ ലോക്കാവില്ല. മുണ്ടത്തികൾ ഊരി പോവും. ആദ്യം വലിപ്പം മുണ്ടത്തിരുന്നടാ. പല്ലക പോലത്തെ മുണ്ടത്തിരുന്ന മിസ്സായി. ഫ്രണ്ട്സ്, പിടിപ്പിച്ചിട്ടുണ്ട് പോന്നല്ലോ. വിട്ടില്ലേ കടാ, ഹുക്ക് നിവർന്ന് പോയതാ. ഇപ്പൊ ഞാൻ വലിച്ചപ്പോ ഹുക്ക് നിവർന്നാന്ന് അറിയില്ല. മീനിന്റെ നിവർന്ന നല്ല വലിപ്പുള്ള മീനായിരുന്നു. രണ്ടു ഹുക്ക് നിവർന്നു. കണ്ടാ ഹുക്ക് പോരാ. മീനിന് നിവർത്തിന്നുണ്ട്. നല്ല വലിപ്പുള്ള മീനായിരുന്ന, നല്ല വലിപ്പുണ്ട് മീൻ. ഹുക്ക് മാറ്റി കെട്ടട്ടെ ഫ്രണ്ട്സ്. ഹുക്ക് മാറ്റി കെട്ടിയിട്ടേ ഇടാം ഫ്രണ്ട്സ്. നമ്മള് ഹുക്കൊക്കെ മാറ്റി കെട്ടിയിടാ. കുറച്ച് വലിപ്പമുള്ള ഹുക്ക് ഇട്ടു കേട്ടോ. ഇനി എറിഞ്ഞിടാം. Then പരല് മുണ്ടത്തി. പരലല്ല മുണ്ടത്തി. കണ്ടാ അമ്മാര് കുറെ വന്ന് കയറും. നോടടാ കടാ, അതിന്റെ വായലൊന്നല്ല കയറിയിട്ടുള്ളത്. ഇതണ്ട കുളത്തി പിടിച്ചിട്ടുള്ള സൈഡിൽ വന്ന് തിന്നപ്പോഴേ ഇങ്ങനെയാണ് ഹുക്കാവുക കൂടുതൽ. ഇങ്ങനെ ഹുക്കാവും. വായലും കയറൊക്കെ ചെയ്യും. നാശമായി. നമുക്ക് എടുക്കാം. പിന്നെ വലിച്ച് തട്ടി നടക്കണ്ട കേട്ടാ. പെട്ട് കിടക്കണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല. ചെറുതുകളി നോക്കാം.
ബ്രൈഡ് ലൂസായി കിടക്കുന്നുണ്ട്. എടാ കെട്ട് കിടക്കുന്നുണ്ട്. നേരത്തെ വലിയ ലോക്കായി. എൻ്റെ പൊന്നെ വന്ന് പെട്രോള സാധനം ഉണ്ടോ കൂരി കൂരിയുടെ വന്ന് പെട്ടയില്ല. എവിടെ കയറിക്ക കണ്ണിൻ്റെ അവിടെ. ഫ്രണ്ട്സ് ഇതിൽ തട്ടി തട്ടി കുറേ നേരം നിൽക്കണോട്ടോ വലിച്ച്. ഇവിടെ ഒരു കാക്കിണ്ട് ഈ മീനെ പിടിച്ച് തിന്നണം മീല്, നീർക്കാക്ക. അതാ ഒരു വട്ടം ഈ ചൂണ്ടൽ വന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ആ വെള്ളം അത് കണ്ടിട്ടാന്ന് തോന്നുന്നു. അതപ്പോൾ ഒന്ന് ചൂണ്ട വന്നിട്ട് വലിച്ചു. ഇതുമിട്ട് തട്ടി തട്ടി വലിച്ചു 2 വട്ടം. പിന്നെ എടുത്തൊന്നും മീനൊന്നും കാണാനില്ല. ഇതിപ്പോഴും കടാ വലിച്ച് നിൽക്കുന്നുണ്ട്. അതാണെന്ന് അറിയില്ല. ഈ ഭാഗത്ത് അത് പൊന്നും കാണാനില്ല. നല്ല കാറ്റാ. നല്ല വലിച്ചിട്ടുണ്ടായിരുന്നു ഇത് അത്യാവശ്യം. ഒന്ന് എടുത്ത് നോക്കാം നമുക്ക്. എന്താ വെച്ചാലേ ചിലപ്പോൾ ആ തെർമോകോളൊക്കെ വലിച്ച് പോയിണ്ടാവും. മുണ്ടത്തിപ്പരലും ഉണ്ടോന്നൊരു സംശയം. എന്താ? ആ ഉണ്ട് മുണ്ടത്തിണ്ട് ഫ്രണ്ട്സ്. എവിടെ അതേനാ മുണ്ടത്തിണ്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു മുണ്ടത്തിയായിരുന്നു. തട്ടി വലിച്ചുണ്ട് ഫ്രണ്ട്സ്. പെട്ടുണ്ട് മുണ്ടത്തിയൊന്നുണ്ട്. പെട്ടുണ്ട് ഇപ്പോഴും മുണ്ടത്തിയെന്ന് തോന്നൂടാ. അതെയാ കട അതുമ്മക്ക് തീറ്റമ്മക്ക് വന്നു കഴിഞ്ഞാൽ റെഡിയാണ്. ലോക്കോരി മിസ്സാവില്ല. നല്ല കാറ്റുണ്ട്. മീൻ തട്ടി വലിയുന്നുണ്ട്. നല്ല കാറ്റുണ്ട് ഫ്രണ്ട്സ്. അതിനിടയിൽ മീൻ തട്ടി വലിയുന്നുണ്ടാ. 2 നല്ല വലിച്ച് ലോക്കായില്ല പോയി. ഇതുമ്മേ ബ്ലാക്ക് സ്റ്റിക്കുമ്മേ നല്ല വലിച്ചിട്ട് ലോക്കായില്ല പോയി. തട്ടി വലിച്ച് നിൽക്കണ്ട. ഞാൻ പെട്ട് കിടക്കണമെന്ന് അറിയില്ല. നോക്കട്ടെടാ. എന്താ കാരണം എന്ന് വെച്ചാലേ ഇതുമത്തെ നല്ല കനുണ്ട്. വലിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. ചിലപ്പോൾ പെട്ട് കിടക്കണ്ടാവും. പെട്ടുണ്ട് ഫ്രണ്ട്സ്. എന്തിട്ടാണോ മീനിനാണോ? മീൻ തന്നെയാണ് മുണ്ടത്തി. കേടാ നല്ല മുണ്ടത്തിയാ. അടിപൊളി മുണ്ടത്തി കേടാ. സൂപ്പർ മുണ്ടത്തിയാണ്. അതാണ് ശരിക്കും വായായിരിക്കും എടുത്തേനാട്ടാ. അതിന് നല്ല വലിപ്പുള്ള വായ കണ്ട. വായ വലിപ്പുണ്ട്. അത് കാരണം ശരിക്കും വായ തന്നെയാണ് കയറിയിട്ടുള്ളത്. മുണ്ടത്തികൾ കയറും. നല്ല വലിപ്പുള്ള മുണ്ടത്തി കയറും. പല്ലക പോലത്തെ.
അപ്പം നമുക്ക് കിട്ടിയ മീൻ ഇതാട്ടാ, അതായത് മുണ്ടത്തികള്. നമ്മളിപ്പോൾ ഇന്ന് ചൂണ്ടി കാണിച്ചത് അടിപൊളി പരിപാടിയാട്ടാ. അങ്ങനെ ചൂണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മീൻ കിട്ടും. ഇപ്പം നമ്മൾ ചൂണ്ടി സ്ഥലത്ത് മുണ്ടത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ കാരണമാണ് നമുക്ക് മുണ്ടത്തി മാത്രം കിട്ടിയത്. ഈ കട്ട്ള, റോഹ്, തൂളിയൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. വരും വീഡിയോകളിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാം. അപ്പോൾ മീൻ കിട്ടൽ കുറവാണ്. മീൻ കിട്ടുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. അപ്പം നമുക്കറിയാം അതിൻ്റെ കറക്റ്റ് റിസൾട്ട്. ഞാനിത് ആദ്യം ചൂണ്ടിയായിരുന്നതാ, ഇപ്പോഴല്ല, കുറേ നാളുകൾക്ക് മുന്നേ ചൂണ്ടി ഒരുപാട് മീൻ കിട്ടിയായിരുന്ന കേട്ടോ. അടിപൊളി പരിപാടിയാണ് ഇങ്ങനെ ചൂണ്ടൽ. നിങ്ങൾ ചൂണ്ടി നോക്കുക, അറിയാത്തവർ. ചൂണ്ടണവരുണ്ടാവും. ഇത് കുറേ കൊല്ലം മുന്നേ തൊട്ട് ഇങ്ങനെ ചൂണ്ടി മീൻ പിടിക്കാറുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.